സ്വരാജിന്റെ പര്യടനം എവിടെ വരെ എത്തി നോക്കാം. അലിയക് വർഷ ഇടത് സ്ഥാനാർത്ഥി അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി 3 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് LDFന്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്? സുജ, തീർച്ചയായും LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസം തന്നെയാണ്. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എം സ്വരാജിന് വേണ്ടി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുള്ള പ്രചരണ പരിപാടികളായിരുന്നു നടത്തിയിരുന്നത്. വലിയ ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിക്കാൻ ഓരോ പഞ്ചായത്ത് റാലികളിലും LDFന് സാധിച്ചിരുന്നു. സ്വാഭാവികമായും നിരവധിയായ വിവാദങ്ങൾ നിരന്തരം ഉയർന്നു വന്നുകൊണ്ടിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു, അല്ലെങ്കിൽ ആഴ്ചകളായിരുന്നു ഈ കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ ഓരോ വിവാദങ്ങൾക്കും അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രചരണത്തിൽ ഉടനീളം മാധ്യമങ്ങളെ കാണുകയും എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസം LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിലവിൽ ഉയർന്നു വന്ന വിവാദങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങുകയും LDFനെതിരെ ഈ എതിർകക്ഷികൾ ആയുധമാക്കാൻ ശ്രമിച്ച വിവാദങ്ങളെല്ലാം മുനയൊടിഞ്ഞ ആയുധങ്ങളായി മാറുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും LDFന് ഒരു മേൽക്കൈ ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഉണ്ട് എന്നത് തന്നെയാണ് LDF ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണം. എന്തായാലും LDFന്റെ റോഡ് ഷോ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വഴിക്കടവിലാണ്. വഴിക്കടവിൽ നിന്നും നിലമ്പൂരിലേക്കാണ് ഈ റോഡ് ഷോ. അല്പസമയത്തിനുള്ളിൽ റോഡ് ഷോ ഫ്ലാഗ് ഓഫ് ചെയ്യും. സ്ഥാനാർത്ഥി എം സ്വരാജ് ഇവിടേക്ക് എത്തും. LDFന്റെ യുവനിര മുഴുവൻ എന്തായാലും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അല്പം മാറി എല്ലാവരും നേതാക്കൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ റോഡ് ഷോയ്ക്ക് വേണ്ടി. KS അരുൺകുമാർ ഉണ്ട്. ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയൊരു ആത്മവിശ്വാസത്തിലേക്ക് LDF ക്യാമ്പ് എത്തിയിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 10-15% പുതിയ വോട്ടർമാരാണ്. ആദ്യമായിട്ട് അവരുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്താൻ പോകുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭേദമന്യേ മനസ്സിൽ കുറിച്ചിട്ടു ഈ തവണ വോട്ട് എം സ്വരാജനെന്ന്. അപ്പോൾ ആ ഒരു ആവേശം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും കാണുന്നുണ്ട്. പല കുട്ടികളും ചാനലുകൾ ചോദിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബം ഇന്ന രാഷ്ട്രീയമാണ്, ഞാൻ ഇന്ന രാഷ്ട്രീയമാണ്. പക്ഷേ ഇത്തവണ വോട്ട് എം സ്വരാജനാണ്. സ്വരാജ് ജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ്. നമുക്ക് ചേർന്ന് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ ദിനം ഉയർന്നു വന്നിരുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. പക്ഷേ എല്ലാം നിലവിലെ ഘട്ടത്തിൽ LDFന് അനുകൂലമായി മാറിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അതെ, തീർച്ചയായിട്ടും വിവാദങ്ങൾക്കല്ല വികസനത്തിനാണ് വോട്ട് എന്ന വലിയ ട്രെൻഡ് ഈ നിലമ്പൂർ ഉയർന്നു വന്നിരിക്കുകയാണ്. ചില കപടന്മാരുണ്ട്. ആ കപടന്മാരുടെ ഏർപ്പാട് ചില ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം ഒരു സ്വതന്ത്ര ബോഡിയാണെന്നും ആ സ്വതന്ത്ര ബോഡിക്ക് കീഴിലാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോലീസൊന്നും അറിയാത്തവരല്ല MP MLA മാരൊന്നും. എന്നിട്ടും എന്താണ്, ചില വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഇവിടെ നടന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ പെൻഷൻ മുതൽ നമ്മുടെ കുട്ടിയുടെ മരണം മുതൽ അനന്തുവിൻ്റെ മരണം മുതൽ പല വിവാദങ്ങൾക്ക് ശ്രമിച്ചു. തീർച്ചയായും ഇതേ വിഷയങ്ങൾ, അതായത് ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് എണ്ണി അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഓരോ പഞ്ചായത്ത് റാലികളിലും സംസാരിച്ചത്. അതുതന്നെയാണ് ഇപ്പോൾ എന്തായാലും LDFന്റെ യുവ നേതൃത്വത്തിനും പറയാനുള്ളത്. വലിയ ആത്മവിശ്വാസത്തിലേക്ക് LDF ക്യാമ്പ് കടന്നിട്ടുണ്ട്. വലിയ ആൾക്കൂട്ടം ഇതിനോടകം വഴിക്കടവിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു ജനക്കൂട്ടം ഇതിനോടകം തന്നെ എം സ്വരാജിന്റെ പ്രചരണാർത്ഥമുള്ള ഈ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കാൻ നിലനിൽക്കുന്ന റോഡ് ഷോയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ സ്ഥാനാർത്ഥി എം സ്വരാജ് കൂടി ഇവിടേക്ക് എത്തിച്ചേരും. മഴയിലും ചോരാത്ത ആവേശമാണ്. LDFന്റെ റോഡ് ഷോ തുടങ്ങാൻ പോവുകയാണ്. അതിനായി എല്ലാവരും എം സ്വരാജിന്റെ ചിത്രമണിഞ്ഞ ടീഷർട്ടുകളൊക്കെയായി ഇരുചക്ര വാഹനങ്ങളിലൊക്കെ നിരന്നിരിക്കുന്നു.